ഓണമായി കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് പൂവിടലാണ്. അപ്പോൾ നമ്മൾ പൂവിടുന്ന ജോലി ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഇപ്പോൾ വെളുപ്പിനെ 5 മണിയായിട്ടുണ്ട്. ഞാനും മോളും കൂടി ഇരുന്നിട്ട് പൂക്കൾ നന്നാക്കുകയാണ്. അതായത് തിരുവോണ നാളിൽ പൂക്കളിടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് പുതിയ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സാധാരണ ഓണക്കാഴ്ചകളല്ല, ഇതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും, മനോഹരമായ വീഡിയോ ആയിരിക്കും. നമ്മുടെ റോയ് 3R വീഡിയോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ, നമ്മുടെ വീട്ടിലെ കാഴ്ചകളും ഈ പ്രാവശ്യത്തെ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. നമ്മുടെ പൂക്കളൊക്കെ നമ്മളിപ്പോൾ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലും അതേപോലെ ഗുണ്ടൽപേട്ടയിലൊക്കെ പൂക്കൾ നട്ടുപിടിപ്പിച്ചിട്ട് ആ പൂക്കളാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവരിക. പണ്ട് നമ്മുടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് കൊങ്ങണിപ്പൂ, അരിപ്പൂ എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്, ചെണ്ടുമല്ലി. ഇത് നമ്മളിന്ന് പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ പണ്ട് നമ്മളൊക്കെ നട്ടുപിടിപ്പിച്ചുണ്ടാക്കുമായിരുന്നു. പോരാത്തതിന് നമ്മുടെ അരിപ്പൂവാണ് പ്രധാനമായിട്ട് നമ്മൾ ഇടുക. അരിപ്പ് നല്ല രസമാണ്. ഇന്ന് അരിപ്പ് കാണാനില്ല. വയനാട്ടിലൊക്കെ കുറച്ച് കിട്ടാണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോട് നിന്ന് അരിപ്പ് കിട്ടാൻ തന്നെ ഇല്ല. നമ്മുടെ പൂക്കളം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഇനി നമ്മളിത് പൂക്കളിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ പൂക്കളത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. ഇത് ശ്രദ്ധിച്ചോ, ഇങ്ങനത്തെ പൂക്കൾ നീണ്ടുണ്ട. ഇതൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് ഡാലികപ്പൂ കിട്ടിയിരുന്നു, പക്ഷെ നമുക്ക് തികയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനൊരു ഡിസൈൻ ഇട്ടു.
അപ്പം നമ്മുടെ പൂക്കളം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ഒരു ഹാപ്പി ഓണം കൂടെ എഴുതിയാൽ അപ്പം നമ്മൾ പൂക്കളം ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ പൂക്കളത്തിൻ്റെ ഒരു ഫിനിഷിങ് എങ്ങനെ ഉണ്ട് നോക്കാം. കുറ്റം പറയരുത് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ എന്തായി നോക്കാം കേട്ടോ. അടുക്കളയിൽ സംഭവം കുറച്ച് റെഡിയാക്കുന്നുണ്ട്. ചെറിയൊരു ഓണാഘോഷം, സദ്യയൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് അടുക്കളയിലെ പണികളൂടെ കണ്ടുപോകാം. പയർ ഉപ്പേരി വെക്കുന്നതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചതാണിത്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അവിയൽ. അവിയലിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചതാണിത്. പ്രധാനമായിട്ടായ സാമ്പാറിനുള്ള സംഭവങ്ങളാണിത്. അവിടെ ഉണ്ട് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുട്ടുണ്ടാക്കുന്നുണ്ട്, വെള്ളം ചൂടാക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങൾ 3-4 പേരല്ലേ ഉള്ളൂ. ഉപ്പേരി വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ അവിയൽ വെക്കാൻ പോകണം കേട്ടോ. അവിയലിനെല്ലാം ഉണ്ട്. ഇനി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വൈഫ് എവിടെയാണെന്നില്ലേ. വൈഫിന് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടായി. അതുകൊണ്ടാണ് അടുക്കളയിൽ ഞാനും അമ്മയും കൂടെ കയറിയത്. പിന്നെ ഇടയ്ക്ക് മോള് വന്ന് സഹായിക്കും കേട്ടോ. പിന്നെ അപ്പനുണ്ട്. അച്ഛൻ പിന്നെ സഹായിക്കാൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇന്ന് ഞാൻ വിശ്രമം കൊടുത്തിരിക്കുകയാണ്. ഇതാ വൈഫ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഡ്യൂട്ടിയല്ല, ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ പോകാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഈ പച്ചക്കറികൾ വേവാനുള്ള വെള്ളം മാത്രം മതി. ഇച്ചിരി എടുത്തോ. നമ്മളൊക്കെ എളുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാനാണ് നമ്മളിത് കണ്ടാൽ നോക്കാം. പച്ചക്കറികൾ വേവാനുള്ള വെള്ളം മാത്രം മതി. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ഫ്ലെയിം കുറച്ചിട്ട് വെക്കാം. നമ്മൾ അവിടെ ടി വി വെച്ചിട്ടുണ്ട്. മോള് ടി വി വെച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സൗണ്ട് കൂടി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് നമ്മൾ അവിയൽ കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും പച്ചമുളകും കറിവേപ്പിലിട്ട് നമ്മൾ അരച്ച് വെച്ചതാണ്. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് വെച്ച് നമ്മൾ ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഒതുക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ. ശരിക്കും അങ്ങോട്ട് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നതാണ്. അവിയലിനുള്ള കഷ്ണങ്ങളിൽ നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചത്. അത് ഞാൻ നിങ്ങളെ കാണിക്കാതെ നല്ല ഇളക്കിയതാണ്. വെളിച്ചെണ്ണയും ചേർത്ത് നല്ല ഇളക്കി വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ അരിയൊക്കെ ഇട്ടിട്ട് അത് ചെയ്യണം. അവിയൽ ഇവിടെ ശരിയായിരിക്കുകയാണ്. നമ്മൾ ആ അരപ്പും ചേർത്തു, പിന്നെ തൈര് ചേർത്തു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു. ഞാനിതിൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുഴുവൻ റെസിപ്പി കാണിക്കാത്തത്. പിന്നെ ഒരു ദിവസം ഞാൻ ചെയ്യാം കേട്ടോ. നമ്മൾ അവിയൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഉപ്പേരി ശരിയാക്കിയിട്ടുണ്ട്, ചോറ് നമ്മൾ അടുപ്പത്തിട്ട് ശരിയാക്കുന്നുണ്ട്. ഇനി സാമ്പാർ വെക്കണം, പിന്നെ പുളിയിഞ്ചി കുറച്ച് നമ്മുടെ അടുത്തുണ്ട്, പിന്നെ പപ്പടം വറക്കണം. അങ്ങനെ ചെറിയോ സദ്യയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനേ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിയലും പുട്ടും ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനത്തെ വെറൈറ്റികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കൂ കേട്ടോ. അവിയലും പുട്ടും
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്തണേ. ഈ ഓണത്തിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കോഴിക്കോട്ടുള്ള പുതിയ വീട്ടിലെ ഓണാഘോഷമാണ്. അതുകൊണ്ടാണ് ചെറുതായിട്ടെങ്കിലും ഞങ്ങൾ കുറച്ച് സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. സാധാരണ നമ്മളങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പോകാൻ നാട്ടിൽ പോവുകയൊക്കെ ചെയ്യാൻ. പക്ഷേ നമ്മുടെ പുതിയ വീട്ടിൽ ഓണാഘോഷമാണ്. പിന്നെ വയനാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ട് പോയിട്ടില്ല, അപ്പോൾ അവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി ഒരു സംഭാരം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ കിടന്ന് തിളയ്ക്കുക. അതിനിടയ്ക്ക് നമ്മൾ പപ്പടവും വറുത്ത് വെച്ചു കേട്ടോ. നമ്മുടെ ഇന്നത്തെ സദ്യക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സാധാരണ സദ്യ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ആയിരിക്കും ഇല്ലേ? പക്ഷേ ആരും എന്നോട് ദേഷ്യപ്പെടരുത്. നമ്മുടെ സദ്യേൻ്റെ കൂടെ ഒരു നോൺ വെജും കൂടി ഉണ്ട്. കുറച്ച് ബീഫ് ഉലർത്തിയതാട്ടോ. കാരണം നമ്മൾ സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ബീഫോ ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലും സാധാരണ കഴിക്കാറുണ്ട്. അങ്ങനത്തെ ദിവസങ്ങളിലും സൺഡേയിലൊക്കെ ഞങ്ങളിത് വാങ്ങാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ വാങ്ങാറ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഓണത്തിൻ്റെ സദ്യൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബീഫ് ഉലർത്തി കൂടെ വെച്ചിട്ട് നോൺ വെജ് സദ്യയാണ്. ആരും എന്നോട് കമൻറ്റ് ചെയ്ത് ദേഷ്യപ്പെടരുത് എന്നൊരു അപേക്ഷയുണ്ട്. നോൺ വെജ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ സദ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ എല്ലാ സാധനവും ഞാനാണ് ഉണ്ടാക്കിയത്. അവിയലായിക്കോട്ടെ, ഉപ്പേരി ആയിക്കോട്ടെ, സാമ്പാറായിക്കോട്ടെ, ബീഫായിക്കോട്ടെ, എല്ലാം ഞാൻ സ്വന്തമാണ്. സംഭാരം ഒക്കെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയത്. ഇതെല്ലാം അരിഞ്ഞു തരാനൊക്കെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. പ്രിപ്പറേഷൻ മൊത്തം ഞാൻ സ്വന്തമാണേ. നമ്മളപ്പോൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. ഒരു ചെറിയൊരു മിനി സദ്യയാണ് കേട്ടോ, നോൺ വെജ് മിനി സദ്യ. അത് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊരു 3 മണി ആയപ്പോഴാണ്, വൈകുന്നേരം 3 മണിക്കാണ് പായസം ഉണ്ടാക്കിയത്. സദ്യയുടെ ഒപ്പം പായസം ഉണ്ടാക്കിയില്ല. പായസം ഉണ്ടാക്കിയത് ഞാനല്ല, അത് വൈഫാണ് കേട്ടോ. വൈഫ് ഉച്ചയ്ക്കാണ് വന്നതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ വൈകുന്നേരം നമ്മൾ പായസം കുടിച്ചുകൊണ്ട് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ കാഴ്ചയും വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.